ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആട്ടോ ഇത്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ട് നേരെ ചേച്ചിയുടെ മാക്സിയൊക്കെ കയറി എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ ചേച്ചിയുടെ വീടിൻ്റെ തൊട്ട് പുറകിൽ തന്നെ ഒരു കോറിയുണ്ട്. ഒന്നല്ല, 2 കോറിയുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അമ്മയാണെങ്കിൽ നമ്മളെ പറഞ്ഞയക്കാൻ വേണ്ടി സിറ്റൗട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. കുഞ്ഞുവിന് വഴിയൊക്കെ അറിയാം കേട്ടോ. ഇതാണ് ഗിരിയേട്ടൻ്റെ വീട്ടിൽ ആദ്യം പശുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തൊഴുത്തും കാര്യങ്ങളും ഇപ്പോൾ വിറകൊക്കെ വയ്ക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഗിരിയേട്ടന് നമ്മളൊക്കെ കൂടി കോറി കാണാൻ പോവാണ്. ഇതാ തൊട്ട് പുറകിൽ തന്നെയാണ്, ഗിരിയേട്ടൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ്, ഗിരിയേട്ടൻ്റെ വീടിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ് കോറി ഉള്ളത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കോറി. അവിടുത്തെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചെന്നപ്പോഴേക്കും. അപ്പോൾ ഇവളാണെങ്കിൽ ഇവിടെ എപ്പോഴും വരുന്നതുകൊണ്ട് ഇവള് വഴിയൊക്കെ നമുക്ക് തന്നെ കാണിച്ചു തന്ന് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ രണ്ടാമത്തെ കോറി കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ ആദ്യം നെൽപ്പാടല്ല, മറ്റേ ഈ കവുങ്ങും തെങ്ങൊക്കെ ആയിട്ടുള്ളൊരു പാടായിരുന്നു. ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല പ്ലേസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കോറി ആക്കിയിട്ടുള്ളത്. ഇവിടെയാണ് രണ്ടാമത്തെ കോറി വരുന്നത്. അതിൻ്റെ ഒരു പാർട്ട് ഇതാണ്. ഇവിടെ JCB ഒക്കെ വന്നിട്ട് മണ്ണ് എന്തൊക്കെ ഇടുമായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് അവർ മുറിക്കുന്നത്, വെട്ടുകല്ല് മുറിക്കുന്നത്. കണ്ടോ, ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് ഇവരിങ്ങനെ ഇതുപോലെ ലൈൻസ് ഇടുന്നുണ്ട്. വേറൊരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അവർ ഇത് എടുക്കുന്നത്, വെട്ടുകല്ല് എടുക്കുന്നത്. അപ്പോൾ ഈ മെഷീൻ എടുത്തിട്ടാണ് ഇവരിത് താഴെ നിന്ന് എടുക്കുന്നത്. പിന്നെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോന്നിട്ടാ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. അപ്പുറം 2 കോറിയൊക്കെ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ചെങ്കൽ കോറി കാണുന്നത്. ചെങ്കലല്ല, വെട്ടുകല്ല് കോറി എന്നാ ഞങ്ങൾ പറയാ, അത് കാണുന്നത് കേട്ടോ. അപ്പോൾ വന്നപ്പോഴേക്കും നീലു ഉണ്ടായിരുന്നു അവിടെ. നീലു കളിക്കുകയായിരുന്നു. നീലുവും പീലിയും കൂടെ കളിക്കുകയായിരുന്നു. നീലു എന്ന് പറയുന്ന അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയുടെ അപ്പുറത്ത് നിൽക്കുന്ന ഗോപി ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേക്കും ചേച്ചി ചായയൊക്കെ ഇട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ വന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുട്ടിക്ക് ഭയങ്കര ചുമ കേട്ടോ, നിർത്താൻ പറ്റാത്ത ചുമ. അപ്പം വേഗം കുട്ടീൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ആവിയൊക്കെ പിടിച്ച് വന്നു കേട്ടോ. അപ്പോഴേക്കും അവർ പോയ നേരം കൊണ്ട് നമ്മൾ ബർത്ത്ഡേൻ്റെ ഇതൊക്കെ ശരിയാക്കാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ കുഞ്ഞാവ, ചേച്ചിയുടെ ഹസ്ബൻഡ്, അതായത് ഗിരിയേട്ടൻ്റെ ചെറിയച്ഛൻ്റെ മോനാണ്. ഗിരിയേട്ടൻ അനിയനാണ്. അപ്പോൾ അവരും കൂടെയൊക്കെ വന്നിട്ട് നമ്മൾ വേഗം ബർത്ത്ഡേൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ തുടങ്ങി. നമ്മൾ ചെറിയൊരു ഇതാക്കിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. ഇതിൽ നമ്മൾ കർട്ടൻ പോലെ ഒരു സാധനമില്ലേ, മാല പോലെ ഒരു സാധനം, അത് തൂക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പോയി റെഡിയായി ടേബിളൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എന്നെ വെറുതെ ഊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഓൻ്റെ മാത്രം ഒരു വീഡിയോ എടുത്ത് വെച്ചാണ്. ഓൻ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട്. ആ കണ്ടൻറ് എടുക്കുക, ഇതെടുക്കുക, അതെടുക്കുക, ഈ വലിയ യൂട്യൂബർ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഫൈനലി അവർ വന്നു. നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഒരു 8 മണി, ഒരു 9 മണീൻ്റെ ഒക്കെ അടുത്തായിട്ടുണ്ട് അവർ പോയിട്ട്. നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് ഇന്നലെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ നമുക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആവിയൊക്കെ പിടിച്ച്, ആൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ, ആവിയൊക്കെ പിടിച്ച് വന്നു ആൾ. അപ്പോൾ നമ്മൾ അടുത്തത് ഷടപടേനെ കുട്ടീനെ റെഡിയാക്കിയിട്ട് വേഗം കേക്ക് കട്ട് ചെയ്യാനുള്ള ഇതൊക്കെ ചെയ്ത് വെച്ചു കേട്ടോ. അതായത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക, പിന്നെ കുട്ടീനെ ഉടുപ്പ് മാറ്റുക എന്നുള്ളതായിരുന്നു. ഫുഡൊക്കെ അവർ തന്നെ വന്നപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് വളയൊക്കെ ഇട്ട് ഹെയർ ബാൻഡൊക്കെ എടുത്ത് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. കേക്ക് നമ്മളെ മൈക്ക് കേക്കിൽ നിന്നാണ്, അത് അവളുടെ ചെറിയച്ഛൻ റെഡിയാക്കിയ കേക്കാട്ടോ അത്. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നിന്നു. നമ്മൾ ക്യാൻഡിൽസൊക്കെ വെച്ചിട്ട് അത് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഈ സമയത്ത് എൻ്റെ ഫോണിലെ സ്പേസ് തീരുകയും ചെയ്ത് ക്യാമറ തന്നെ ഓഫായിട്ടോ. പിന്നെ എനിക്ക് ഫോൺ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിൽക്കുകയാണ് ചെയ്തത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും
വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വാട്സപ്പും ഗാലറിയൊന്നും തുറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫയൽസ് കുറേ ഡിലീറ്റ് ചെയ്തിട്ടാണ് തുറക്കാൻ പറ്റിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.